പ്രിയപ്പെട്ട ആഭരണങ്ങൾ സ്വന്തമാക്കി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആഭരണത്തിന്റെ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷകളാണ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവർ കരുതലോടെ സമ്പാദ്യം കൂട്ടുന്നവർക്കും ഒരുപോലെ ആശങ്കയായി തന്നെയാണ് സ്വർണ്ണവില നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുതിച്ച് ഉയരുകയാണ്. US ഫെഡറേഷൻ നിരക്കുകൾ നിലനിർത്തിയപ്പോൾ സ്വർണ്ണവില കുറയുമെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക വിപണിയിലെ തരംഗങ്ങളും സ്വർണത്തെ ഉത്തേജിപ്പിക്കുന്നത് തുടരുന്നു. മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ബുദ്ധിപരമായി പണം നിക്ഷേപിക്കാനും ലാഭകരമായി സ്വർണം വാങ്ങാനും സാധാരണക്കാർ അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ സ്വർണവില പ്രാദേശികമായി വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ 2120 രൂപയാണ് വർദ്ധിച്ചത്. 1,09,800 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 265 രൂപ കുതിച്ച് 13,725 രൂപയിലെത്തിയതായി ഓൾ കേരള ഗോൾഡ് റേറ്റ് വ്യക്തമാക്കുന്നു. ഇന്നലെ 2 തവണയായി പവന് 2,080 രൂപ വർദ്ധിച്ചിരുന്നു. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ പവന് കൂടിയത് 4,200 രൂപയാണ്. ഓഗസ്റ്റ് 1-2 ദിവസങ്ങളിൽ പവന് 1,05,760 രൂപയായിരുന്നു. ഓഗസ്റ്റ് 4-ന് മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയായി 1,05,600 രൂപ രേഖപ്പെടുത്തി. എന്നാൽ ഇന്നലത്തെ രാവിലത്തെ സെക്ഷനിൽ പവന് 1,06,880 രൂപയും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ 1,07,680 രൂപയുമായി ഉയർന്നിരുന്നു. US ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് ഇതിന്റെ പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ സൂചികയിലുണ്ടാകുന്ന ഇടിവ് മറ്റു കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് ലാഭകരമാക്കി. US ഇറാൻ തർക്കങ്ങളും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പിരിമുറുക്കങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വ ആശങ്ക നിലനിർത്തുന്നു. ഇത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കുള്ള താൽപര്യം കൂട്ടി. US പലിശ നിരക്കുകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും കടപ്പത്രങ്ങളുടെ ആദായത്തിലുണ്ടായ വ്യതിയാനങ്ങളും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിലും വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരം സ്വർണം വാങ്ങിക്കൂട്ടുന്നതും തുടരുന്നു. ഇത് നിക്ഷേപകരെ ആകർഷിക്കുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. വിപണി പെട്ടെന്ന് കുതിച്ചുവരുന്ന സാഹചര്യത്തിൽ ഒറ്റയടിക്ക് വൻതുകയ്ക്ക് സ്വർണം വാങ്ങുന്നത് ബുദ്ധിയല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്വർണപ്രേമികൾ വിപണിയിലുണ്ടാകുന്ന ചില വിലക്കുറവുകൾ പ്രയോജനപ്പെടുത്തി ഘട്ടം ഘട്ടമായി കുറച്ചായി വാങ്ങുന്നതാണ് നല്ലത്. ആഭരണപ്രേമികൾ അഡ്വാൻസ് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തുക. വരാനിരിക്കുന്ന വിവാഹങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ സ്വർണം ആവശ്യമുള്ളവർ ഈ തന്ത്രം ഉപയോഗിക്കുക. ജുവലറികൾ നിലവിൽ ഓണത്തോടെ അനുബന്ധിച്ച് മികച്ച ഓഫറുകൾ നൽകുന്നുണ്ട്. പുതിയ സ്വർണം വാങ്ങുന്നതിന് പകരം വീട്ടിലുള്ള പഴയ സ്വർണം മാറ്റി പരിഗണിക്കാവുന്നതാണെന്ന് കൂട്ടിച്ചേർക്കുന്നു.